ഹായ് ഗായ്സ്, ഓണമൊക്കെ അല്ലേ? ഓണമൊക്കെ നല്ലോണം അടിച്ചു പൊളിച്ചതിന് ശേഷം നമ്മൾ പാലക്കയം തട്ടിലേക്ക് ഒരു ചെറിയൊരു യാത്ര തിരിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ 10 പേര് 2 കാറുകളായിട്ട് മേലുവരുന്ന യാത്ര തിരിച്ചു. ഒരു സ്വിഫ്റ്റും ഒരു ഇഗ്നസും കാറുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ മാമാന അമ്പലത്തിൽ കയറുകയും അവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മാമാന അമ്പലത്തിലെത്തി. അവിടുന്ന് കാറൊക്കെ നല്ലോണം പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ടോക്കൺ കൗണ്ടറിലേക്ക് പോയി. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ ടോക്കണൊക്കെ എടുത്തതിന് ശേഷം അന്നദാനപ്പുരയിലേക്ക് നമ്മൾ നടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അന്നദാനപ്പുര താഴെയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ഇതാണ് അന്നദാനപ്പുര. അവിടുന്ന് ക്യൂ ഒക്കെ നിന്ന് എന്താ പറയുക, ചോറ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു, അമ്പലം ഫുഡായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പാലക്കയം തട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ പാലക്കയം തട്ടിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ അതാണെന്ന് തോന്നുന്നു, നല്ല ഹിൽ സ്റ്റേഷനാണെങ്കിൽ ഇവിടെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വളവിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇവിടെ പാലക്കയം തട്ട് പാർക്കിംഗ് പറഞ്ഞൊരു ബോർഡ് കാണും. അപ്പോൾ നിങ്ങൾ റിസോർട്ടിലേക്കാണ് നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ഒരു ജീപ്പുകാരൻ വിളിച്ചിട്ട് ഇവിടെ നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ട്രിപ്പ് കിട്ടേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിലേക്കാണ്, ഞങ്ങളുടെ അടുത്ത് കാറുണ്ട്, അപ്പോൾ ഞങ്ങളിവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ പാലക്കയം തട്ടിലേക്ക് പോകുന്ന ആ കയറ്റത്തിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല അടിപൊളിയൊരു വ്യൂ ആണ്. ഏകദേശം പാലക്കയം തട്ടിനെ കയറ്റം ഞങ്ങൾ കയറി തുടങ്ങി. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മുമ്പ് കാണുന്ന ആ ഒരു ചെറിയൊരു ഷെഡ് പോലത്തെ സ്പേസാണ് ആക്ച്വലി പാലക്കയം തട്ടിന് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ അതിനടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു ചായക്കടയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നൈസ്, ഞങ്ങൾ പാലക്കയം തട്ട് ടൂറിസ്റ്റ് സ്പോട്ടിൽ ഞങ്ങളെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ആളുകളെ കാണാൻ സാധിക്കുന്നതാണ്. അവരൊക്കെ പാലക്കയം തട്ട് വ്യൂ ചെയ്തതിന് ശേഷം, അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വിചാരിച്ചു ഞങ്ങൾ എന്താ പറയുക, കാർ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വിചാരിച്ചു ഞങ്ങൾ പാലക്കയം തട്ടിലേക്ക് വന്നതാണ്. ബട്ട് ആക്ച്വലി ഞങ്ങൾ പാലക്കയം തട്ടിലേക്കല്ല, പാലക്കയം തട്ടിനടുത്തുള്ള റിസോർട്ടിലേക്കാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരനെ ഞങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ കീച്ച ഇറങ്ങി ഞങ്ങളുടെ റിസോർട്ടിലേക്ക് എത്താറായി. റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു റിസോർട്ടാണ്. ഹിൽ ടോപ്പ് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. ഞങ്ങൾ ഇൻ്റർനെറ്റ് വഴിയാണ് ഈ റിസോർട്ട് കണ്ടത്. ഇവിടെ വേറെയും കൂടുതൽ റിസോർട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഞങ്ങളെ റിസോർട്ടിൻ്റെ കീച്ച ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ചെറിയ തോതിൽ ഹിൽ ടോപ്പിൻ്റെ ബോർഡ് കാണാൻ സാധിക്കും. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എല്ലാ റിസോർട്ടും ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സൊന്നും കൺഫേം ചെയ്യായിരുന്നു, ബിക്കോസ് ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിനകത്തേക്ക് കാറ് കയറ്റേണ്ട പരിപാടിയാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുറകെ തന്നെയുണ്ട്. റിസോർട്ടിൻ്റെ ആംബിയൻസിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി റിസോർട്ട് സർവീസൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ കാറ് അകത്തേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആ റിസപ്ഷൻ. അതിനടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്, സ്നാക്സ് കാര്യങ്ങൾ, കൂൾ ഡ്രിങ്ക്സ്, കുട്ടികൾക്കാണെങ്കിൽ ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. അവിടെ ഇപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡേയും ഞങ്ങൾ പുറകിൽ തന്നെ ഉണ്ട്. അവരും സൈഡിൽ തന്നെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ റൂമിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് റിസോർട്ടിൻ്റെ ഔട്ട്സൈഡിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും റൂമിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സൊക്കെ കുറച്ചൊരു ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ഞാനൊരു എലിഫൻറ്റിൻ്റെ ഒരു സ്റ്റാച്യു കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എയർപോർട്ട് ഓർമ്മ വന്നു. എയർപോർട്ടിൽ വലിയൊരു എലിഫൻറ്റ് സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു ആംബിയൻസാണ്. നമുക്ക് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കാര്യങ്ങൾ. ഇവിടുന്ന് ഫോട്ടോഷൂട്ട് അങ്ങനെ ഒഫീഷ്യലായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഹോട്ടലുകാരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പൊതുവെയുള്ള സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ 6 AM to 6 PM ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രോബ്ലം ഇല്ല, എനി ടൈം നമുക്ക് സ്വിം ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ഒരു ആംബിയൻസാണ്. പിന്നെ അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. എന്താ പറയുക, നമ്മുടെ പ്രൈസിന് പറ്റിയതാണ്. പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം പെർ പേഴ്സൺ 900 റുപ്പീസാണ്. പിന്നെ കപ്പിൾസ് ആണെങ്കിൽ 2500. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും റൂമിന് ചെക്കിന് വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ടൈം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസ്, റീൽസ്, വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചേക്കുവാണ്.
കഴിഞ്ഞ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചെക്കൗട്ടിന് ശേഷം റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടൈമുണ്ട്, നമുക്ക് തിരക്കൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഈ റിസോർട്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് വന്നതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ജസ്റ്റ് എല്ലാവരും എത്തിയ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒരു കുറച്ച് മൊമെൻറ്റ്സ് ഒത്തുകൂടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഷവർ ചെയ്യുന്നതും പിന്നെ എന്താ പറയുക, നമ്മൾ പൂളിലേക്ക് പോകുന്ന സമയത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്, പിന്നെ ലൈറ്റായിട്ട് ഷവർ ചെയ്യുക, ആഫ്റ്റർ പൂൾ നമുക്ക് ബാത്ത് ചെയ്യാൻ പറ്റിയ ചെറിയൊരു റൂമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഈ സ്വിമ്മിംഗ് പൂളിന് അതേ റിസോർട്ടിന് കുറച്ച് ചെറിയൊരു ഭാഗമാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്ന 2 റൂംസാണ്, 2 കൈൻഡ് ഓഫ് റൂമുകളാണുള്ളത്. പിന്നെ ഈ കാണുന്നത് വെച്ചാൽ ചെറിയൊരു ഹോളാണ്. അത്യാവശ്യം പാർട്ടി സമ്മേളനം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് നടത്താൻ പറ്റിയ ഒരു ചെറിയൊരു ഹോളാണുള്ളത്. ഇവിടെ നല്ലൊരു ബോക്സ് സിസ്റ്റമൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വെച്ചാൽ ഈ റിസോർട്ടിൻ്റെ, അതായത് പൂളിൻ്റെ ചെറിയൊരു താഴ്ഭാഗമാണ്. ഇതിന് അടുത്തും വേറെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഇതുപോലത്തെ റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതല്ല, ഇതിന് താഴത്തെ ഒരു റൂമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല വെയിലാണ് എന്നല്ല, ഇത് ഏകദേശം ഒരു സൺബാത്ത് ആ ഒരു ടൈപ്പാണ്. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ഇതുകൊണ്ട് കുറച്ചൊരു ബ്രൈറ്റായിട്ട് തോന്നിയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി പച്ച പോലീ സ്ഥലം. എന്താ പറയുക, സ്പോട്ടിന് ഞങ്ങൾ എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി സ്പോട്ടാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. നല്ല അടിപൊളി ഒരു ആംബിയൻസ് കാര്യങ്ങളാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് റൂം കാര്യങ്ങളൊക്കെ ശരിയായി. ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ എൻ്റെ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് റൂമിൻ്റെ അകവും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തരുന്നതായിരിക്കും. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഈ റൂമിൽ എന്ന് പറയുന്നത് 2 ബാത്റൂം അറ്റാച്ച്ഡ് റൂമുകളും പിന്നെയെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഓഫീസ് റൂമിലത്തെ റൂമാണ്. സോഫ കാര്യങ്ങളൊക്കെ ആയിട്ട് ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പുറമെ വേറെ തന്നെ ഒരു റൂമും കൂടി എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങൾ 10 പേരുണ്ട്, അതുകൊണ്ട് ഇതിന് പുറമെ ഞങ്ങൾ ഒരു റൂമും കൂടി എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ ഉറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. ഇതാണ് ഓഫീസ് റൂം. എൻ്റെ ഫ്രണ്ട് അവിടെ ഇട്ട് കാര്യങ്ങൾ, ട്രിപ്പ് അടുത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് റൂം. ഇതെന്ന് വെച്ചാൽ ഒരാൾക്ക് 900 രൂപ, കപ്പിൾസിന് 2500 രൂപ. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ പുറത്ത് ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബാക്കി എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിൽ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല പുരാതനമായിട്ട് സ്റ്റാറ്റ്യൂ കാണാൻ ഇടയുണ്ടായി. അപ്പോൾ ഇതിന് മുകളിൽ തന്നെ ബാക്കി എന്നിട്ടിനടുത്തായിട്ട് ഒരു ചായപ്പൊടിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അവർ പറഞ്ഞ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും. വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഓർഡർ കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. സ്വിമ്മിംഗ് പൂളിൽ വേറെ എക്സ്ട്രാ ചാർജസ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് മ്യൂസിക്കൊക്കെ വെച്ച് ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ബോക്സും കൊണ്ടാണ് ഞങ്ങളുടെ ഇവിടത്തേക്ക് വന്നത്. ഞങ്ങൾ എന്താ പറയുക, ഡാൻസൊക്കെ ചെയ്തു. നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ നൈറ്റ് വ്യൂ. ഞങ്ങളെ മുകളിൽ താമസിക്കുന്ന ഒരു ഫാമിലിയാണ്, കുട്ടികൾ ഓക്കെ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. പിന്നെ താഴത്തൊരു മിലിറ്ററി അങ്ങനത്തെ ഒരു ടീമാണ് ഉണ്ടായിരുന്നത് ഗൈസ്. എല്ലാവരും നല്ല ചെയ്യുന്നതാണ്, നല്ല വൈബായിരുന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ബോക്സ്. ഞങ്ങൾ നാട്ടിൽ ഏകദേശം ഒരു എന്താ പറയുക, നല്ലൊരു ബോക്സാണ്. പിന്നെ എന്താ പറയുക, ഞങ്ങൾ നൈറ്റ് അൽഫാമും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ഫുൾ എക്സ്പ്ലോർ ആയിരുന്നു. നല്ല അടിപൊളി ചിൽ വൈബായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു അതിഥി വന്നു. അപ്പോൾ അതൊരു ഡോഗായിരുന്നു. അതിനും ഞങ്ങൾ ഫുഡ് കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ അതിന് ഭയങ്കര ഹാപ്പി ആയെന്നാണ് എൻ്റെ വിശ്വാസം. കുറേ സമയം ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് ഞങ്ങൾ ഡാൻസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഡോഗ് ഇപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ലൗഡായ ബോക്സ് വെച്ചുകൊണ്ട് അടുത്തവർക്ക് പ്രശ്നമാവുമോ, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസോ ഒന്നുമില്ല. എല്ലാവരും നല്ല വൈബിലാണ്. ഇപ്പം മുകളിലത്തെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണ്, അവർ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് എന്താ പറയുക, ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വഴിക്കാണ് ഞങ്ങൾ കറക്റ്റ് സ്പോട്ട് ഓർമ്മയില്ല, ഗണേശ ഉത്സവം നടക്കുന്ന ഒരു സ്പോട്ട് ഞങ്ങൾ കാണാനിടയുണ്ടായി. അപ്പോൾ അവർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു കാറിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി വെജ് ബിരിയാണി ഉണ്ടായിരുന്നത് ഗൈസ്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങേണ്ട പ്ലാനായിരുന്നു.
അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി. അവരുടെ ഒരു കൂപ്പണൊക്കെ എടുത്ത് 200 റുപ്പീസിൻ്റെ കൂപ്പണാണെന്ന് തോന്നുന്നു എടുത്തത്. കൂപ്പണൊക്കെ എടുത്ത് ഞങ്ങൾ പഴശ്ശി ഡാം വഴി നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം, ഹിൽ ടോപ്പ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. പെർ പേഴ്സൺ 900 രൂപയാണ്. 2 കാറ്റഗറിയിലാണ് ഇവിടെ റൂം കാര്യങ്ങളുള്ളത്. കപ്പിൾസിനാണെങ്കിൽ 2500 ആണ്. ഫുഡിൻ്റെ കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഒരു മെനു ഉണ്ടാവും. അത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നിങ്ങളെത്തിക്കും. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന ടൈമിലാണ് വേറൊരു സ്പോട്ട് യാദൃശ്യമായിട്ട് ഞങ്ങൾ സന്ദർശിക്കാനിടയുണ്ടായത്. അത് ഞങ്ങൾ ഗണേശോത്സവം ഉള്ള ആ ടീമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇവിടെ കണ്ടാൽ ചെറിയൊരു പുഴയാണ്, പക്ഷേ ഒരിക്കലും ഈ പുഴയിൽ ഇറങ്ങരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം പലരുടെ മിസ്സിങ്ങും പലരുടെ മരണത്തിനും ഉണ്ടാക്കിയ ഒരു സ്പോട്ടാണ്. ഏകദേശം 21 അടി താഴ്ച ഉണ്ട് എന്നൊക്കെയാണ് ആ ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നി. കണ്ടാൽ ചെറിയൊരു പുഴയാണ്, പക്ഷേ വളരെ ഡേഞ്ചറസാണ്. അങ്ങനെ ട്രിപ്പൊക്കെ അടിപൊളിയായതിനു ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് എത്തി ഗൈസ്. താങ്ക് യു.